ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ദുഃഖകരമായ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഈ സീസണുകളിൽ ഏറെ ദുഃഖിക്കുന്ന പ്രേക്ഷകരെ ദുഃഖത്തിന്റെ പടുകുഴിയിലോട്ട് തെള്ളിയിടുന്ന ഒരു വീക്കെൻഡാണ് ഈ ആഴ്ച വരാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം ചില അപ്ഡേറ്റുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നെഞ്ചിലേറ്റിയ പ്രമുഖരായ രണ്ട് താരങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരാരൊക്കെയാണ്, എന്താണ് അവരുടെ നിലവിലെ അവസ്ഥ? അത് മറ്റാരുമല്ല, നമ്മൾ ഏറെ നെഞ്ചിലേറ്റിയ ഷാനവാസിന്റെ കാര്യത്തിലേക്ക് ആദ്യം പോവാം. ഷാനവാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തതാണ്. ഷാനവാസിന്റെ ആ ഒരു ടാസ്ക് കുളമാക്കുന്നതൊക്കെ നമുക്കറിയാം. ഷാനവാസ് മണ്ടർ എന്ന് മുദ്രകുത്തുകയും ഒരുപാട് ഷാനവാസ് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഷാനവാസ് പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ട്. എന്നാൽ ഇത് അതൊന്നുമല്ല വിഷയം. സഹ മത്സരാർത്ഥിയായ ആര്യനെ തല്ലിയെന്ന പേരിൽ ആര്യനും ഷാനവാസും തമ്മിൽ വീണ്ടും സൗഹൃദമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് വലിയ രീതിയിൽ അവിടെ ചർച്ചയായില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആര്യൻ ഖദോരിയുടെ കുടുംബവും ആര്യൻ ഖദോരിയുടെ ഫ്രണ്ട്സും ആര്യൻ ഖദോരിയുടെ അമ്മ നയിക്കുന്ന ഗ്രൂപ്പിൽ നിന്നും ഒരു ഇമെയിൽ സന്ദേശം ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, എന്റെ മോൾ ഷൈൻ ഇന്ത്യക്ക്, ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക്, ഏഷ്യാനെറ്റിന് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു മെയിലിന് റിപ്ലൈ മെയിലും വന്നിരിക്കുന്നു. നടപടി ഉണ്ടാവുമെന്നാണ് ചാനലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ നെഞ്ചിലേറ്റിയ ഷാനവാസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാവും. ഒരുപക്ഷെ ഒരു പുറത്താക്കൽ, അതല്ലെങ്കിൽ ഒരു റെഡ് കാർഡ്. നമുക്കറിയാം, ഇതിനു മുമ്പ് നിരവധി വാണിംഗ് കിട്ടിയ ഒരു മത്സരാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഒരു റെഡ് കാർഡും പൊക്കിപ്പിടിച്ചുകൊണ്ട് ലാലേട്ടൻ വരുന്ന ഒരു വീക്കെൻഡ് ആകും നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് പരാതിയുടെ ഒരു സംഗ്രഹം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അതിന്റെ ഒരു മലയാളത്തിലുള്ള ഒരു വിവർത്തനം എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രിയപ്പെട്ട മോഹൻലാൽ സാർ, ഈ കത്തെഴുതുന്നത് ഒരു പ്രശസ്തനായ നടനായ നിങ്ങളുടെ കഴിവിനോടുള്ള ആദരവിനേക്കാൾ കൂടുതലായി നിങ്ങൾ എപ്പോഴും പ്രതിദാനം ചെയ്ത സത്യനിഷ്ഠയ്ക്കും മാന്യതയ്ക്കുമുള്ള ആദരവിനാലാണ്. വർഷങ്ങളായി നിങ്ങൾ ബിഗ് ബോസ് വീടിന്റെ ഒരു അവതാരകനായിട്ടല്ല, ബുദ്ധിയുടെ ശബ്ദം, മൗലികതയുടെ മുഖം, പലപ്പോഴും തർക്കത്തിനും സമാധാനത്തിനും ഇടയിൽ നിലകൊണ്ടിട്ടുള്ള ഒരു ധീര വ്യക്തിത്വം. കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ ആര്യൻ ഖദോരി എന്ന സഹ മത്സരാർത്ഥിയും ഷാനവാസിനും ഇടയിൽ ഉണ്ടായ സംഭവം ഞങ്ങളിൽ ഉപരിയായ നിരവധി പ്രേക്ഷകരെയും അത് വേദനിപ്പിച്ചു. ഇത് ഷാനവാസ് ആദ്യമായി കാണിക്കുന്ന അക്രമപരമായ പെരുമാറ്റമല്ല. മുമ്പും അക്ബറിനെതിരെയും ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ സ്വഭാവം അടിക്കടി ഷാനവാസ് ആവർത്തിക്കുന്നു. ഗിസൈലിനുമെതിരെ അനുമോൾ സമാനമായ ആക്രമണം നടത്തിയിരുന്നു. ഇന്ന് ആക്രമണത്തെ വിനോദമാക്കി കാണിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശവും അക്രമവും തമ്മിലുള്ള രേഖ പലപ്പോഴും മങ്ങിപ്പോകുന്നു. എന്നാൽ കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വേദിയിൽ അത് സംഭവിക്കുമ്പോൾ മൗനം പങ്കാളിത്തമാകുന്നു. ഒരു വ്യക്തി ശാരീരികമായി ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരായ യാതൊരു നടപടിയും എടുക്കാതെ പോകുന്നത് ആക്രമണത്തെ സാധാരണമാക്കാനുള്ള വഴിയാണ്. അത് നിശബ്ദതയെ ദൗർബല്യമായി കാണാനും ആക്രോശത്തെ സാധുതയായി കാണാനും നയിക്കും. അതുകൊണ്ട് ഭാവിയിൽ ബിഗ് ബോസ് വീട്ടിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ഇതൊരു സുരക്ഷിത ഇടമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവണം, അല്ലാതെ സ്വരക്ഷണത്തിലല്ല. പ്രേക്ഷകരായും ആരാധകരായും ഈ പരിപാടി ഒരു മാറ്റത്തിന്റെയും പഠനത്തിന്റെയും വേദിയായി കാണുന്നവരായും ഞങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതേ മൂല്യങ്ങളാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പുലർത്തിയിരുന്നത്. മാന്യത, നീതി, ഉത്തരവാദിത്വം ആരിനു വേണ്ടി മാത്രമല്ല, ബിഗ് ബോസ് വീട്ടിന്റെ സംസ്കാരത്തിനായും നീതി ഉറപ്പാക്കുന്ന ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. അക്രമമല്ല, അടക്കമാണ് യഥാർത്ഥ ശക്തി എന്നതും മാന്യതയിലാണ് മഹത്വമെന്നതും എല്ലാവർക്കും ഓർമ്മപ്പെടുത്തേണ്ട നിയമമാണിത്. നിങ്ങളുടെ ശബ്ദത്തിനാണ് ഇപ്പോൾ അത്യധികം ഭാരം. അത് ഉപയോഗിച്ചാൽ മാറ്റം സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദരവോടും പ്രതീക്ഷയോടും കൂടി ആര്യന്റെ കുടുംബവും സുഹൃത്തുക്കളും എന്ന് തുടങ്ങിയ വലിയ ഒരു കത്താണ്. അതായത് ഇതുപോലൊരു കത്ത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ ഒരു മത്സരാർത്ഥിയുടെ കുടുംബം നൽകിയിട്ടില്ല. അത്തരത്തിലൊരു കത്താണ് നൽകിയിരിക്കുന്നത്. ആ കത്തിന് റിപ്ലൈയും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. തീർച്ചയായും വീക്കെൻഡ് എപ്പിസോഡിൽ നടപടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു നടപടിയിലേക്ക് വരികയാണെങ്കിൽ പ്രമുഖ താരമായ ഷാനവാസിന് കടുത്ത തിരിച്ചടി വന്നേക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ആഴ്ച ആരാണ് കൊച്ചിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഏറെ ദൗർഭാഗ്യകരം, ഈ ആഴ്ച പോകുന്ന പ്രമുഖ താരം കൊച്ചിയിലേക്കല്ല പോകുന്നത്, അദ്ദേഹം ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നതെന്നുള്ള ഏറെ ദുഃഖകരമായ, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി കൊച്ചിയിൽ കാത്തു നിൽക്കുന്ന പഹയന്മാരുടെ അവസ്ഥ ഏറെ ദൗർഭാഗ്യകരമാണ്. ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഭർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നു. ആരാണത്? നമ്മളേറെ നെഞ്ചിലേറ്റിയ, ഈ സീസണിൽ നെഞ്ചിലേറ്റി ലാളിച്ച, ആദ്യ ആഴ്ചയിലൊക്കെ 15% 20% ഒക്കെ വോട്ട് നേടിയ ഒരു പകയത്തിയാണ്. ഏതാണ്? സീതാ ഗോവിന്ദം എന്ന സീരിയലിലൂടെ
ജനപ്രിയ താരമായി മാറി സീരിയൽ പ്രേമിയുടെ കണ്ണിലുണ്ണികളായി അവർ നെഞ്ചിലേറ്റി ലാളിച്ച് ബിഗ് ബോസിലോട്ട് കയറ്റിവിട്ട ഓളുടെ ആ ഒരു സൗന്ദര്യവും ഓളുടെ ആ ഒരു ചുരുക്കും ഒക്കെ നിരവധി പ്രേക്ഷകർക്ക് നെഞ്ചിലേറ്റാനുള്ള കാരണമാകുകയാണ്. അങ്ങനെ നെഞ്ചിലേറ്റിയതിനു ശേഷം ഏതാണ്ട് ഒരു 20-30 ദിവസം ആയപ്പോഴത്തേന് പെല്ല ഓളെ നെഞ്ചിൽ നിന്ന് താഴെ ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് വീടിന് വെളിയിലേക്ക് ഓളെ എത്തിക്കാൻ പോവുകയാണ്. ആരാണത്? കയറി വരട്ടെ, സ്വാഗതം ചെയ്യാം. അതെ, നല്ലൊരു കേടി കൊടുക്കാം. നമ്മുടെ പ്രിയങ്കരിയായ പ്രിയ താരം ഡോക്ടർ ബിന്നി ചൈനയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി ഇപ്പോൾ സീരിയൽ അഭിനയം സീതാഗോവിന്ദത്തിലൂടെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി ബിഗ് ബോസിൽ കയറി. ഈ ആഴ്ച ബിഗ് ബോസിനോട് വിട പറയുന്ന ആ ഒരു പ്രഗത്ഭയായ നമ്മൾ നെഞ്ചിലേറ്റിയ പ്രമുഖ താരം ബിന്നി. അതേ, ബിന്നിയാണ് ഈ ആഴ്ച പുറത്തു പോവുകയെന്ന് അതിഥിയായി എത്തിയ സാബുമോൻ പോലും ചില ക്ലൂകൾ കൊടുത്തിരിക്കുന്നു. എന്താണത്? അങ്ങനെയൊക്കെ ഉണ്ടോ വിശ്വാസം? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ എന്റെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവമേ, എനിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നവരൊക്കെ എവിക്റ്റ് ആയി പോകും. ഓപ്പോസിറ്റ് കിടക്കുന്നവരാ എവിക്റ്റ് ആവുന്നത്, പറയുന്നവരല്ലേ? ഓപ്പോസിറ്റ് പറയുന്നവരല്ല, കിടക്കുന്നവരാണല്ലേ? എന്റെ ഓപ്പോസിറ്റ് ബെഡ് കിടന്നുറങ്ങുന്നവര്. ഒന്നാലോചിച്ച് നോക്കുക, ബിന്നിയുടെ ആ ഒരു മുഖഭാവം. എവിക്റ്റ് ആവുന്നു എന്ന് പറയുമ്പോൾ എന്റെ ദൈവമേ എന്ന് ഏതാണ്ട് 5 മിനിറ്റ് ശ്വാസം ഇടറാതെ നീട്ടി വിളിച്ച് ഉൾക്കൊള്ളാനാവാതെ വിശ്വസിക്കാനാവാതെ ഉഴറുന്ന ഒരു ബിന്നിയാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഒരുപക്ഷെ ബിന്നിയാണ് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുകയെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക? ഒരുപക്ഷെ കരഞ്ഞുകൊണ്ട് താങ്ങാനാവാതെ ബോധരഹിതയായി മാറുന്ന ബിന്നിയായിരിക്കും കാണാൻ സാധിക്കും. ഇപ്പോഴും ബിന്നിയെ നെഞ്ചിലേറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്ന ചില സീരിയൽ പ്രേമികൾക്ക് ഇതെങ്ങനെയാണ് താങ്ങാനാവുക? ഇനിവേ, ഈ ഒരു അവസാന ഘട്ടത്തിലും ബിന്നിയുടെ ഭർത്താവ് ആ ഒരു പഹയൻ നൂബിൻ ബിന്നിക്ക് ഓട്ടുമായി കഴിഞ്ഞ രാത്രി ഏറെ വൈകിയും ഓൻ രംഗത്തെത്തിയിരിക്കുന്നു. ഓൻ ഓട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഓനിക്ക് എന്താണ് പറയാനുള്ളത്? വരട്ടെ. ഹായ്, ഹലോ, നമസ്കാരം. അപ്പം ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസിന്റെ വോട്ട് കണ്ട സമയം കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, വോട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം എനിക്ക് തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ്, അതോ മറ്റന്നാളാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം നാളെ ഉണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ വോട്ട് ചെയ്യുക. ഇന്ന് നിങ്ങൾ ഉറപ്പായിട്ടും വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടുകൂടി താങ്ക് യു. എനിക്ക് കറക്റ്റ് ഏത് ദിവസം വരെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് വോട്ട് കൊടുക്കാനാണ്. ആ ഒരു പഹയന് ഒരു തരത്തിലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. എനിവേ, ആ ഷട്ടിൽ തന്നെ ഇട്ടിരിക്കുന്ന ആ ഷട്ടിൽ തന്നെ ഈ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോവുക. നാളെയോ മറ്റന്നാളോ രാത്രിയിൽ എന്റെ പ്രിയ പത്നി എന്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും. യാതൊരു തർക്കവുമില്ല. മറ്റത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ നെഞ്ചിലേറ്റിയ പ്രിയതാരം ബെന്നി ഏറെ ദുഃഖത്തോടെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഒരു രംഗമായിരിക്കും കാണാൻ സാധിക്കുക. കൂടെ ആരെങ്കിലും പോകുമോ? ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പഹയനെ പുറത്താക്കുമോ? അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ സിംഗിൾ എഡിഷൻ ആയിരിക്കാം ഈ ആഴ്ച. ഇനി ആകെ മൊത്തം ഈ ഒരു വീക്കെൻഡ് ഏറെ ദുഃഖിക്കുന്ന, പ്രത്യേകിച്ചും സീരിയൽ പ്രേമികൾക്ക് രണ്ടുപേരും, അതായത് ഏറിൽ പോകുന്ന ഷാനവാസും അതുപോലെ തന്നെ ബിന്നി സീരിയൽ പ്രേമികളുടെ ഇഷ്ട താരമാണ്. ഒരുപക്ഷെ സീരിയൽ മേഖലയിൽ കനത്ത ഒരു പ്രകരമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ബിന്നിയെ നെഞ്ചിലേറ്റിയതിനു ശേഷം പൊടുന്നനെ താഴെ ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.